ശ്രീ CR നീലകണ്ഠൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോൾ നമ്മൾ ചർച്ച ചെയ്താലും നമുക്ക് പറയാൻ ഒരു ചരിത്ര സംഭവം ഉണ്ടാകും. അതിപ്പോൾ കെ കരുണാകരൻ്റെ കാലത്തെ AK ആന്റണി ഉമ്മൻചാണ്ടി കൂട്ടുകെട്ട്, അതല്ലെങ്കിൽ പിന്നീടുണ്ടായിട്ടുള്ള അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഭിന്നത, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ദേശീയ തലത്തിൽ തന്നെ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിള്ളലുകളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇടർച്ചകളും പതർച്ചകളും, അങ്ങനെ കോൺഗ്രസിൻ്റെ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കെ സുധാകരൻ ഇന്ന് വളരെ പർട്ടിക്കുലറായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കെ സുധാകരനെ കുറിച്ച് ഇടതുപക്ഷത്തിന് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റിയ ഒരു കാര്യം, BJP-യിലേക്ക് പോകാൻ തയ്യാറായി നിന്ന ആളാണ് KPCC അധ്യക്ഷൻ പോലും എന്നാണ്. അപ്പോൾ സുധാകരന് തിരികെ വരുന്നതിൽ എന്തോ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ തടസ്സങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ KC വേണുഗോപാലിൻ്റെ പക്ഷം ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തിരികെ ഒരുപക്ഷെ കേരളത്തിലേക്ക് വരേണ്ടി വന്നാൽ KPCC അധ്യക്ഷ പദവിയിലേക്ക് വരാൻ വേണുഗോപാൽ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെ MM ഹസനെ താൽക്കാലികമായി മുന്നിൽ നിർത്തി ഒരു കളി അവിടെ നടത്തി എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ ഇനി എന്നോട് കളിച്ചാൽ BJP-യിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ ഘട്ടത്തിലാണത്രേ അദ്ദേഹത്തിന് തിരികെ കസേര നൽകാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു അഭ്യൂഹം വളരെ ശക്തമാണ്. ഇത് ഇങ്ങനെ ഒന്ന് കോൺഗ്രസിൽ നടന്നിട്ടുണ്ടാകാം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ CR നീലകണ്ഠൻ? അതിൽ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ നടന്നിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് BJP-യിലേക്ക് പോകാം എന്ന് പറഞ്ഞതുകൊണ്ട് AICC ഉടനെ തന്നെ സുധാകരനെ KPCC പ്രസിഡന്റാക്കി എന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം അങ്ങനെയല്ല അതെന്റെ സംഭവിക്കുക. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതും അല്ലെങ്കിൽ ശ്രീകുമാർ പറഞ്ഞതും കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും ചരിത്രം ഗാന്ധിജിയുടെ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ആയിട്ടുള്ള തുടക്കം മുതൽ ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടം വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 1969 കോൺഗ്രസിന്റെ സംഘടനാ രൂപങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് വർക്കിംഗ് കമ്മിറ്റി പുറത്തും ഇന്ദിരാഗാന്ധി അധികാരത്തിലും ഇരിക്കുന്ന തരത്തിൽ അന്നു മുതൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പോ കോൺഗ്രസിൽ ഒരു സംഘടനാ സംവിധാനമോ ഇല്ല. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ തന്നെ നോക്കൂ, ഹൈക്കമാൻഡ് പറയുമ്പോൾ മാത്രമേ ഇനി ഹസൻ മാറേണ്ടതുള്ളൂ എന്നാണ് നമുക്ക് ഞങ്ങളടക്കമുള്ള നമ്മളെ നാട്ടുകാർക്കും പത്രക്കാർക്കും കിട്ടിയ വിവരം. അതുവരെ നമ്മൾ ഓക്കെ, ഹൈക്കമാൻഡാണ് കോൺഗ്രസിലെ എല്ലാ തീരുമാനവും. കോൺഗ്രസിൽ MP ആവണമെങ്കിൽ MLA ആവണമെങ്കിലും എന്താവണമെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനിക്കണം എന്ന് പറയാണ്. ആരാണ് ഈ ഹൈക്കമാൻഡ്? ആരാണ് അവിടെ തീരുമാനമെടുക്കുന്നത്? ആർക്കാണ് അവിടെ സ്വാധീനം? നമുക്കറിയാലോ, കെ കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഹൈക്കമാൻഡുമായി ഏറ്റവും അടുത്തിരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയിട്ടുണ്ട്, അവസാനം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുമയല്ല, പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം ഇതിലുണ്ട്. അതായത് മിക്കവാറും രാഷ്ട്രീയ കക്ഷികളും തന്നെ അങ്ങനെ ഒരു ജനാധിപത്യം പാലിക്കുന്നതല്ല. ഏക വ്യക്തി, ഏക ഗ്രൂപ്പ് ഒക്കെ ആധിപത്യമുള്ളവരാണ്. ചിലത് കുടുംബമാണ്, ചിലത് വ്യക്തികളാണ്, ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയാണ് അത് കാണിക്കുന്നത്. അത് എല്ലാ പാർട്ടിയിലും ഏതെങ്കിലും അർത്ഥത്തിലും ഒരർത്ഥത്തിലുണ്ട്. ഇപ്പോ EP ജയരാജനെ കുറിച്ച് പറഞ്ഞൊരു പരാതി ഉണ്ടല്ലോ. EP ജയരാജൻ ജവദേക്കറുമായി ചർച്ച ചെയ്തൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. EP ജയരാജൻ BJP-യിലേക്ക് പോകുമോ, അല്ലെങ്കിൽ BJP-യുമായി എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടോ? അപ്പൊ ഇത്രയും ആരോപണം വന്നിട്ടും ഇത്രയധികം ജാഗ്രത കുറവുണ്ടായിട്ടും നിരവധി കാര്യങ്ങളുണ്ടായിട്ടും EP ജയരാജൻ ഇപ്പോഴും LDF കൺവീനറായി ഉന്നത സ്ഥാനത്ത് തുടരുകയാണ്. അത് ആ പാർട്ടിക്ക് അങ്ങനെ തീരുമാനിക്കാം, ഇയാളാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു, പാർട്ടി വെച്ചു. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിന്റെ തർക്കങ്ങൾ ആ പാർട്ടി തീരുമാനിക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൺഗ്രസ് ആണ് ചർച്ചാ വിഷയം എന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തീർച്ചയായും ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ സുധാകരനെ ഒഴിവാക്കാൻ സംഘടിതമായ ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് ഊഹിക്കാൻ തന്നെയാണ് എന്റെ ഒരു അറിവ് വെച്ച് ചെയ്യുന്നത്. അത് എങ്ങനെ സുധാകരൻ പൊളിച്ചുവെന്നോ ഏതർത്ഥത്തിൽ അത് മറിഞ്ഞു വന്നു എന്നോ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ സുധാകരൻ കണ്ണൂർ മത്സരിക്കുന്നു. കണ്ണൂർ മത്സരിച്ച സുധാകരൻ കണ്ണൂരിലെ മത്സരം കഴിഞ്ഞു തിരിച്ച് KPCC പ്രസിഡന്റ് ആവുന്നു. കണ്ണൂരിൽ സുധാകരനെതിരായി മത്സരിച്ച MP ജയരാജൻ, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മത്സരം കഴിഞ്ഞു, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയി. ഇതിപ്പോ ആ പാർട്ടി തീരുമാനിച്ചു അദ്ദേഹം ജില്ലാ സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ സംഘടിതമായ ഒരു നീക്കത്തിൽ കെ സുധാകരനെ പുറത്താക്കി അതിന്റെ ഗുണഭോക്താക്കളായി മാറുന്ന ഒരു സംഘം ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അതിപ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. നമുക്ക് ഊഹിക്കാനേ പറ്റൂ. കോൺഗ്രസിനകത്തായതുകൊണ്ട് എന്തും ഊഹിക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വേണുഗോപാലിന് KCക്ക് വരണമെന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല.
അല്ലെങ്കിൽ കെ സി നിയോഗിക്കുന്ന വേറെ ആർക്കെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസിലെ പഴയതുപോലെ AI എന്ന 2 ഗ്രൂപ്പ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. മുമ്പ് ഗോപികൃഷ്ണൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുത്തൽവാദി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിമത ഗ്രൂപ്പ്, പിന്നെ 4ാം ഗ്രൂപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ KC ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അധികാര കേന്ദ്രങ്ങൾക്ക് ചുറ്റും ഗ്രൂപ്പുകൾ ഇങ്ങനെ പലതായി നിൽക്കുകയാണ്. അതുകൊണ്ട് ടോട്ടൽ കൺഫ്യൂഷനാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എത്രത്തോളം അറിയുമെന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു സുധാകരന് പകരം വരേണ്ടിയത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ കുറച്ചുകൂടി കാലം വേണ്ടി വരും. അത് KC വേണുഗോപാലായിരുന്നോ, അല്ലെങ്കിൽ സതീശനായിരുന്നോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ആരെങ്കിലും ആയിരുന്നോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ ശ്രീകുമാർ പറഞ്ഞിരുന്ന ഒരു വ്യത്യാസം ഞാൻ പറയുന്നത്, ജനങ്ങളെ നിരാശപ്പെടുത്തും ഇങ്ങനൊരു കാര്യം. തെരഞ്ഞെടുപ്പിലെ കാലത്ത് ഒന്നിച്ചു നിൽക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരസ്പരം അടിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെയും ഇത്തരം സ്ഥിരം കലാപരിപാടികൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ, അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഒരു കാലത്തും കോൺഗ്രസ്സുകാരനായിട്ടില്ല. എങ്കിൽ പോലും ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ഘടനയിൽ കോൺഗ്രസിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, കേരളത്തിലും അത് ഉണ്ടാകണം. ശരി.